മൂന്നാമത്തെ വാക്യം, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. നമ്മളും നിത്യജീവൻ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ജീവനില്ലാതാണ് നമ്മൾ നടക്കുന്നത് അല്ല, നമുക്ക് ആ നിത്യജീവൻ നമുക്കുണ്ടാകേണ്ട ആവശ്യമുണ്ട്. ആ നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയും, അതായത് നിന്നെയും ദൈവമായ ഏകസത്യദൈവമായ, മൂന്നാമത്തെ വാക്യം, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഈ യേശുക്രിസ്തുവിനെ നമുക്ക് അറിയണം. അറിയേണ്ട രീതി നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നിത്യജീവൻ പ്രാപിച്ച് മുന്നോട്ട് നീങ്ങണം. നിത്യജീവൻ ആകുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പിതാവാം ദൈവം പുത്രനാം ദൈവത്തിന് തികയ്ക്കാനായിട്ട് കൊടുത്ത പ്രവൃത്തി പുത്രനാം ദൈവം തികച്ചിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ചില പ്രവൃത്തികൾ തികയ്ക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രവൃത്തികൾ നമ്മൾ തികച്ചെങ്കിൽ യേശു പറഞ്ഞ പോലെ സന്തോഷത്തോടെ പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറയാൻ നമുക്ക് ഇടയാകണം. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അതെ, അവിടെയാണ് കർത്താവിന് പൂർണ്ണ മഹത്വം ലഭിക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അവിടത്തേക്ക് മഹത്വപ്പെടുത്തണമേ എന്ന് പറയുകയാണ്. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ നാമം ഈ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു. പിതാവാം ദൈവത്തിൻ്റെതാണ് എല്ലാവരും ആയിരുന്നു. എന്നാൽ നീ അവരെ എനിക്ക് തന്നു. അവിടെ ഒരു എക്സ്ചേഞ്ച് നടന്നു. പുത്രന് കൊടുത്തു, തന്നു. അവർ നിൻ്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. ആ പുത്രന് എനിക്ക് നീ തന്നവർ നിൻ്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നമ്മളെ അവൻ്റെ പുത്രനാക്കി തീർക്കാൻ അവൻ്റെ വചനം നമ്മൾ പ്രമാണിക്കണം. നമ്മൾ പ്രമാണിക്കുന്നുണ്ടോ? പ്രമാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വചനം നമുക്ക് സത്യമായി തീരത്തുള്ളൂ. അവർ നിൻ്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിൻ്റെ പക്കൽ നിന്നാകുന്നു. നിൻ്റേതായിരുന്നു. അവരെയാണ് നീ എനിക്ക് തന്നത്. നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. പിതാവാം ദൈവമേ, നീയാണ് വചനത്തിൻ്റെ ഉടയവൻ. നീ എനിക്ക് തന്നതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നമുക്ക് വചനം തന്നിട്ടുണ്ട് ദൈവം. ആ തന്നിട്ടുള്ള വചനം കർത്താവിനെ അറിയാത്തവർക്ക് കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നമ്മൾ നിവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ യേശു പറഞ്ഞ പോലെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. യേശു പറഞ്ഞു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊണ്ടു. നമ്മൾ ഒന്നും അറിയാത്തവരോടാണ് പറയുമ്പോൾ അവർ ഇത് ഇത്ര വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കുന്നു. അവരത് കൈക്കൊണ്ടു. ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അതുകൊണ്ട് അവരറിഞ്ഞു. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ ലോകത്തിന് മനസ്സിലാകത്തുള്ളൂ യേശുക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ പുത്രനാണെന്നും ആ പുത്രനാം ദൈവം ലോകത്തിൽ വന്ന് നമ്മളെ പിതാവിനോട് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പകരം അവൻ മരിച്ച് നമുക്ക് കർത്താവിൻ്റെ ജീവൻ തന്നു എന്നും മനസ്സിലാക്കുകയുള്ളൂ.
നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രയേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് ഇടയാകണം. അപ്പോൾ ഈ കർത്താവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ച് ആ കർത്താവുമായിട്ടാണ് വേണം നമ്മൾ നടക്കേണ്ടത്. അപ്പോഴേ അവൻ നമുക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയുള്ളൂ. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്, എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാകുന്നു. അവിടെ പിതാവാം ദൈവത്തിന് ഉള്ളതെല്ലാം പുത്രനാം ദൈവത്തിൻ്റെ ആകുന്നു എന്ന് പുത്രൻ പറയുമ്പോൾ എൻ്റേതെല്ലാം നിൻ്റേതുമാകുന്നു. പുത്രനാം ദൈവത്തിനുള്ളത് മുഴുവൻ പിതാവാം ദൈവത്തിനാകുന്നു. ഇത് നമുക്കും പറയാനിടയാകണം. എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവത്തിനുള്ളതാണ്. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തിനുള്ളതെല്ലാം എൻ്റേത് എന്ന് അവകാശപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിനുള്ളതെല്ലാം എൻ്റേതെന്ന് അവകാശപ്പെട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് സാധ്യമാകുള്ളൂ. എൻ്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, കാരണം കർത്താവ് ഇവിടുന്ന് പോകാനുള്ള സമയമായി. ഇത്ര നാളത്തേക്ക് കർത്താവിനെ കുറിച്ച് ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് ഞാനിതാ മടങ്ങിപ്പോകാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അതെ, പിതാവാം ദൈവവും പുത്രനാം ദൈവവും ഒന്നായിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവും നമ്മളും തമ്മിൽ ഒന്നായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്കിടയാകണം. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഈ ലോകത്തിൻ്റെ ഭാഗമല്ല നമ്മൾ. എല്ലാവരും ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഭാഗമാണ്, പക്ഷെ അല്ല, നമ്മൾ ഈ ലോകത്തിൻ്റെ ഭാഗമല്ല. ദൈവത്തിന് വേണ്ടിയിട്ടുള്ളവരാണ്, ദൈവത്തിൻ്റെ വകയാണ്. അപ്പം ദൈവത്തിൻ്റെ വകയെടുത്ത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. ആ അറിവോടും ആ ഭാവത്തോടും വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. യേശുവിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇന്ന് കർത്താവ് പറഞ്ഞത് പിതാവിൻ്റെ നാമം യേശു വന്നിട്ടാണ് ദൈവത്തെ പിതാവെന്ന് വെളിപ്പെടുത്തിയത്. അപ്പോൾ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അപ്പോൾ അവർ നിനക്കുള്ളവരായിരുന്നു, നീ എനിക്ക് തന്നു എന്ന് പറയുമ്പം യോഹന്നാൻ 10-ാം അധ്യായത്തിലെ കർത്താവ് പറയുന്നുണ്ട്, 10:28 ഞാൻ അവയ്ക്ക്, അതിന് മുമ്പുള്ളതും നമുക്ക് അറിയാവുന്ന, ഞാനത് വായിക്കുന്നില്ല. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ കർത്താവ് ഈ കൊടുത്തിരിക്കുന്നത്, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, ഇനി അവരെ കർത്താവിൻ്റെ പിതാവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവരെ ആർക്കും പിടിച്ചു പറിച്ച് കളയാനായിട്ട് ഒക്കത്തില്ല. 6:37 പറഞ്ഞിട്ടുണ്ട്, പിതാവ് എനിക്ക് തരുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ പിതാവ് എനിക്ക് തന്നത് മാത്രമാണ് എൻ്റെ അടുക്കൽ വരുന്നത്. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിൻ്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. പിന്നെയും പറയുന്നു, നീ എനിക്ക് അടുത്തത് അവരെക്കുറിച്ചല്ല, നീ എനിക്ക് തന്നത് എല്ലാം നിൻ്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു.
അപ്പം ശിഷ്യന്മാർ അറിയാനിടയായി യേശു കർത്താവിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം പിതാവിൽ നിന്നാണെന്ന്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ അതുപോലൊരു വാക്യമുണ്ട്. യോഹന്നാനും പത്രോസും സുന്ദരം എന്ന ഗോപുര അതിൻ്റെ 3-ാം അധ്യായത്തിലാണ് തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ൽ അപ്പോസ്തല പ്രവൃത്തി 3:12 പറയുന്നുണ്ട്. എല്ലാവരും കൂടെ ഓടിക്കൂടിയപ്പം അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതെങ്കിലും ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്നപോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അത് യേശു കർത്താവിനെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി, അതുകൊണ്ടാണ് ഇത് നടന്നതെന്നാണ് അവരവിടെ പറയുന്നത്. ഞാനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യം, എനിക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നത്, എൻ്റേതെന്ന് പറഞ്ഞ് ചെയ്യാൻ കഴിയുന്നത് പാപം മാത്രമാണ്. വേറെ എന്ത് വന്നാലും, അതൊരാളിനോട് ചിരിക്കുന്നതാണെങ്കിലും ഒരാളോട് എന്തെങ്കിലും ആശ്വാസം പറയുന്നതാണെങ്കിലും സ്നേഹത്തോടെ ഒന്ന് നോക്കുന്നതാണെങ്കിലും അതെല്ലാം എൻ്റെ സ്വന്തം ശക്തിയിൽ നിന്ന് വരത്തില്ലെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. അത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ അത് വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ മഹത്വവും ഞാൻ ഓരോ കാര്യം കഴിയുമ്പോഴും കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ എന്നിലൂടെ അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾക്കായിട്ട് നന്ദി. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പാപം മാത്രമേ ചെയ്യാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും കർത്താവിനാലല്ലാതെ എനിക്കൊന്നും ഒരു നന്മയും ആർക്കും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുന്നു. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും കർത്താവെ ആ ഒരു കാര്യം, ആ ഒരു ചിന്ത എപ്പോഴും എന്നെ ഭരിക്കുവാൻ ഇടയാകണം. ഒരിക്കൽ പോലും ഞാനത് ചെയ്തു എന്ന് പറയാനായിട്ട് ഇടയാകില്ല. എന്താണെങ്കിലും, അത് വീട്ടിലുള്ള കാര്യമാണെങ്കിലും ഭർത്താവിനോടുള്ള കാര്യമാണെങ്കിലും സഹോദരി സഹോദരന്മാരോടാണെങ്കിലും സഭയിലാണെങ്കിലും എന്താണെങ്കിലും, കർത്താവെ അവിടുന്ന് ആണ് എന്നിലൂടെ ഇത് ചെയ്തതെന്ന് എന്നെ സ്പർശിക്കുന്നവരൊക്കെ അറിയാനിടയാകണം. കർത്താവോട് പറയുന്ന പോലെ, നീ എനിക്ക് തന്നതെല്ലാം നിൻ്റെ പക്കൽ നിന്നാകുന്നുവെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം കർത്താവ് തന്ന വചനമാണ് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തത്. അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നത് സത്യമായിട്ടും അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഈ 16-ന്റെ വാക്യത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന പോലെ തന്നെ ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന പിതാവിനോട് പറയുകയാണ്. മറ്റേത് ശിഷ്യന്മാരോട് തന്നെ പറയുക. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ശിഷ്യന്മാരെ ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ പിതാവിനോട് പറയുകയാണ്, പിതാവേ ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് അവർ വിശ്വസിച്ചുമിരിക്കുന്നു. പിതാവിനോടും കർത്താവ് സാക്ഷ്യം പറയുകയാണ്. ഇപ്പുറത്ത് പിതാവിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളിത് വിശ്വസിച്ചുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. വാസ്തവത്തിൽ കർത്താവിൻ്റെ ഒരു കരുതലും സ്നേഹവും എപ്പോഴും പിതാവിൻ്റെ മുമ്പിലും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് എല്ലാ സമയവും സദാപക്ഷപാതം ചെയ്യുന്നവനാകയാൽ എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവനാകുന്നുവെന്ന് ഒരു എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. കർത്താവെ, അതുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവെ എന്നെ ഏറ്റുപറയാൻ, നമ്മളെ ഓരോരുത്തരെ ഏറ്റുപറയാൻ കർത്താവ് ഇന്നും അവിടെ തന്നെ ഇരിക്കുന്നു, പിതാവിൻ്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഇവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, 20-ാമത്തെ വാക്യം ബ്രദർ വായിച്ചല്ലോ, ഇവരുടെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കും വേണ്ടിയും കൂടി അപേക്ഷിക്കുന്നു. അന്ന് അപേക്ഷിച്ചു, ഇപ്പോഴും അവൻ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്ന യേശു കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. അതല്ലാതെ ഒന്നും പ്രശംസിക്കാനില്ല, ഒന്നും പറയാനില്ല കർത്താവേ. അതുകൊണ്ട് ചില അവസരങ്ങളിൽ ഞാൻ എന്നെ കാണുമ്പം എനിക്ക് സങ്കടവും നിരാശയൊക്കെ തോന്നാറുണ്ടെങ്കിലും ഈ വാക്യങ്ങളെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഓർപ്പിച്ച് എന്നെ ഉത്സാഹിപ്പിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ പിതാവ് കൊടുത്തിട്ട് പുത്രന്
കിട്ടിയിരിക്കുന്നവർ ആ ഭാഗ്യം എനിക്കും ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ 10ാമത്തെ വാക്യം, എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാവുന്നു. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 3 ഒരു വാക്യം ഇങ്ങനെയുണ്ട്, 9ഉം 10ഉം വാക്യത്തിൽ അതിങ്ങനെ ചുരുക്കി സാഗ് ബ്രദർ പറയാറുണ്ട്, ഈ ശരീരം കർത്താവിനുള്ളതും കർത്താവ് ഈ ശരീരത്തിനുള്ളതുമാണ്. ഞാൻ വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, കർത്താവിൻ്റെ അടുത്ത് ഈ ശരീരം കർത്താവിനുള്ളതും കർത്താവ് ഈ ശരീരത്തിനുള്ളതുമാണ്. അതുകൊണ്ട് അല്ല സോറി 1 കൊരിന്ത്യർ 6:11. പിന്നെ അതുപോലെ കൊലോസ്യർ 3:9-10 വാക്യങ്ങളിൽ പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്, അവനിൽ നിങ്ങളും പരിപൂർണതയുള്ളവരാകുന്നു. എനിക്ക് ഒത്തിരി ആശ്വാസം തരുന്നൊരു വാക്യമാണ്. ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്നു, ആ ക്രിസ്തുവിൽ നമ്മൾ ഓരോരുത്തരും പരിപൂർണതയുള്ളവരാക്കി പിതാവ് തീർത്തിരിക്കുന്നു. അതൊക്കെയാണ് പ്രശംസ. അല്ലാതെ ഞാനൊന്നും ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു പൂർണ്ണതയും ലഭിക്കാനില്ല. അതുകൊണ്ട് കർത്താവെ, അതുപോലെ ബ്രദർ എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട് ഉത്തമഗീതത്തിൽ, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. അതുകൊണ്ട് കർത്താവെ, അങ്ങനെ എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ, ഒരു എക്സ്ചേഞ്ച് നടക്കുവാൻ തക്കവണ്ണം കർത്താവെ എൻ്റെ ശരീരത്തെ അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന വലിയൊരു അവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഞാൻ അർഹിച്ച ഒരു കാര്യമല്ല, അർഹിക്കുന്നൊരു കാര്യവുമല്ല. എന്നാൽ ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നിനക്കുള്ളവരായിരുന്നു, ഇപ്പം നിനക്കുള്ളവരാണ് എന്ന് കർത്താവ് പറഞ്ഞപ്പം, ലോകസ്ഥാപനത്തിന് മുന്നമേ പിതാവിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ടായിരുന്നു, ഇപ്പോഴും പിതാവിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ട്. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് പുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നന്ദിയുള്ള ഹൃദയത്തോടെ എപ്പോഴും ഞാൻ കർത്താവിനുള്ളവളാണെന്ന് ഓർത്ത് ജീവിപ്പാനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് എനിക്കറിയത്തില്ല. എന്നാലും കേട്ട വചനം അനുസരിച്ച് ദൈവം തന്നതായ വചനം, അവൻ്റെ വചനം, കർത്താവെ, അത് ഞാൻ അനുസരിക്കുന്നുണ്ടോ പൂർണ്ണമായിട്ട്, അവനിലത് അതിനുള്ള വില കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കാനായിട്ട് ദൈവം എന്നെ ഇന്ന് സഹായിച്ചു. അവൻ്റെ വചനപ്രകാരം, അവൻ്റെ കൽപ്പന പ്രകാരം അനുസരിച്ച് ജീവിച്ച് അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ, മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുവാൻ, അവൻ്റെ ആ സൗരഭ്യവാസന മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഒരു വായിച്ച പോർഷൻസിനകത്ത് എല്ലാത്തിനകത്തും കർത്താവ് പിതാവിനെക്കുറിച്ച് പറയുന്ന ആ ഒരു 4th വേഴ്സ്, 4th തൊട്ട് 10th വരെ എല്ലാത്തിനകത്തും അങ്ങനെ തന്നെ, അക്കംപ്ലിഷ് ദ വർക്ക് യു ഹാവ് ഗിവൺ മീ, പിന്നെ ഗ്ലോറി വിച്ച് ഐ ഹാഡ് വിത്ത് യു, പിന്നെ 6th വേഴ്സിൽ യു ഗേവ് മീ, യു ഗേവ് ദം മീ ടു മീ എന്ന് പറഞ്ഞ്, പിന്നെ 7th വേഴ്സിൽ you have given me, they have come to know that everything that you have given me is from you. പിന്നെ 8th വേഴ്സിൽ you gave me the words which you gave me. പിന്നെ 9th വേഴ്സിൽ you have given me. പിന്നെ കർത്താവ് പിതാവിനെ കുറിച്ച് തന്നെ 10th വേഴ്സിൽ all things that are mine are yours. അത് ശരിക്കും ആ ഒരു കർത്താവിനുണ്ടായിരുന്ന ആ ഒരു റെസ്റ്റ് ഞാൻ ആ വേഴ്സസിൽ ഇന്ന് കേട്ടപ്പോഴും ആ ഒരു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു റെസ്റ്റ്ലെസ്നെസ്സിന് കാരണം കൊറിട്ടൻ ബൂമിൻ്റെ ഒരു കോട്ട് ഞാൻ ആലോചിക്കായിരുന്നു. അതിനകത്ത് പറയുന്നത്, വെൻ യു ലുക്ക് അറ്റ് ദ വേൾഡ് യു വിൽ ബി ഡിസ്ട്രെസ്ഡ്, വെൻ യു ലുക്ക് അറ്റ് യുവർ സെൽഫ് യു വിൽ ബി ഡിപ്രസ്ഡ്, വെൻ യു ലുക്ക് അറ്റ് ഗോഡ് യു വിൽ ബി അറ്റ് റെസ്റ്റ്. അപ്പം ശരിക്കും കർത്താവിന് ആ ഒരു 33.5 ഇയേഴ്സേ ഉള്ളെന്ന് കർത്താവിന് അറിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിനകത്ത് കർത്താവിന് പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഹി വാസ് നോട്ട് അറ്റ് ഓൾ അറ്റ് അത്ര ഒരു അയ്യോ എനിക്ക് എന്തൊക്കെയോ ചെയ്യണം, എനിക്ക് രാവിലെ എണീറ്റ് അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ ആ ഒരു റെസ്റ്റ്ലെസ്നെസ്സിലല്ല കർത്താവ് ചെയ്തത്. മുമ്പേ കേട്ടപ്പോൾ ആ ഒരു 12 ഇയേഴ്സിൽ നിന്ന് അവിടെ നിന്ന് 30 ഇയേഴ്സ് വരെ, അയ്യോ എനിക്ക് 33.5 ഉള്ളൂ, അതുകൊണ്ട് ഞാൻ
12 വയസ്സായി ഇപ്പോഴേ പുറത്തോട്ടിറങ്ങി എന്തൊക്കെയോ ചെയ്യണം. അത് അവിടെ അല്ല, അവിടെ അവർ 18 ഇയേഴ്സ് പിന്നെയും കർത്താവ് അവിടെ വെയിറ്റ് ചെയ്തു 30 ഇയേഴ്സ് വരെ. ദൈവം അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് മൈ ബിലവഡ് സൺ ഇൻ ഹ്യൂം ഐ ആം വെൽ പ്ലീസ്ഡ് അത് പറയാനായിട്ട് കർത്താവ് അവിടെ കാത്തിരുന്നു. അതിനുശേഷം പിന്നെയും വേണമെങ്കിൽ ഹോളി സ്പിരിറ്റ് എനിക്ക് ഹോളി സ്പിരിറ്റ് വന്നു, ഇനിയിപ്പോൾ എനിക്ക് എല്ലാം തനിയെ ചെയ്യാം. അവിടെയും വീണ്ടും കർത്താവ് പിന്നെയും പിതാവിനെ തന്നെ നോക്കി. ആ ഒരു പരിശുദ്ധാത്മാവ് വീണ്ടും ദൈവത്തെ കർത്താവിന് ആ ഒരു പവർ ഉണ്ടായിരുന്നത് ബിക്കോസ് ഹി വാസ് ലുക്കിംഗ് അറ്റ് ദ ഫാദർ ഓൾവേസ്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു കർത്താവിൻ്റെ. അതുകൊണ്ട് ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും സാക് ബ്രദർ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് കർത്താവ് ജീവിച്ച ജീവിതമാണ് ഏറ്റവും 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈഫ്. അപ്പം ഇപ്പം എനിക്ക് ആദ്യമൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു, ഇത് കർത്താവ് ആകപ്പാടെ അത്രയും വർഷമേ ജീവിച്ചുള്ളൂ. അപ്പം ഒരു മീൻസ് ആ ഒരു വേൾഡ്ലി രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ആ ക്രൂസിലേക്ക് പോയി. അപ്പോൾ അതിനകത്ത് എന്ത്, പക്ഷേ ശരിക്കും ഓരോ സെക്കൻഡും പിതാവിൻ്റെ സ്വരം കേട്ട് 100% പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അതിലാണ് യഥാർത്ഥത്തിലുള്ള ഒരു പിതാവ് അതാണ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമുക്ക് മറ്റുള്ളവർ മീൻസ് ചിലപ്പോൾ മുമ്പേ പറഞ്ഞത് കേട്ടതുപോലെ പലരെ ഞാൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവർ വിട്ടുപോയി, അപ്പോൾ എനിക്കൊരു കൊണ്ടുവന്നപ്പോൾ ഒരു സന്തോഷം, പോയപ്പോൾ ഒരു വിഷമം, അതൊന്നും ഉണ്ടാവത്തില്ല. അവിടെ എല്ലാം പിതാവിൻ്റെ കൺട്രോളിലാണ്. പിതാവ് ചെയ്യുന്ന പോലെയാണ് കാര്യം. പിതാവിൻ്റെ കൺട്രോളിലല്ലാതെ യാതൊരു കാര്യവും നടക്കുന്നില്ല. ആ ഒരു ബോൾഡ്നെസ്സും തുടക്കത്തിൽ കേട്ട പോലെ ആ ഒരു, അതായത് നമ്മൾ ക്രൂസ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ അയ്യോ ഞാനെന്ന് പറഞ്ഞിരിക്കുമല്ലോ, മറിച്ച് അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു പവറും കൂടെ അവിടെ കിട്ടുക. നമ്മൾ ഒരു 2 വശമുണ്ട് ക്രൂസിന്, ഒരു റിസറക്ഷനും ഉണ്ട്. അതുപോലെ കർത്താവ് എപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ജീവിച്ചു. അതുപോലെ ഓരോ സാഹചര്യത്തിലും പിതാവ് എന്താണ്, എനിക്ക് തന്നെ സ്വയമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് പിതാവ് ഓരോ സെക്കൻഡും കാണിച്ചു തരുന്ന കാര്യങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന മക്കളാകട്ടെ, അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന സഹോദരങ്ങളാവട്ടെ, അവരുടെ എല്ലാം എനിക്ക് സ്വന്തമായിട്ട് പലതും പറയാൻ കാണും, പക്ഷെ അതൊന്നുമല്ല, പിതാവാണ് അവരെ എനിക്ക് തന്നിരിക്കുന്നത്. അത് അവിടെ പിതാവ് അവരോട് എന്ത് പറയാൻ ആഗ്രഹിക്കും അത് മാത്രം പറയാനായിട്ട്, അതിനായിട്ട് ഓരോ ദിവസവും ഇന്ന് കേട്ടതുപോലെ ജീവിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. ആമേൻ.